പറയുന്ന കാര്യങ്ങൾ വചനത്തിൽ ഉണ്ടോ? ये बोलने वाली बात वचन में है ഈ क्या? ഉപവാസ പ്രാർത്ഥനയിലും ദൈവമക്കൾ ആഴമായിട്ട് പരിശോധിക്കണം. ये उपवास के प्रार्थना में परमेश्वर के लोग गहराई से जांचना है. നമ്മളും ഭരോഭയക്കാരെ പോലായിരിക്കണം. हम लोग बेरोबे के लोगों के समान होना है. വചനത്തിൽ ഉള്ളത് തന്നെയാണോ എന്ന് പരിശോധിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. वचन में है वाली बातें हैं क्या, हमें जांचना है. അല്ലാതെ നമ്മൾ ഇട്ടേച്ചു പോകല്ലേ. ऐसे छोड़कर मत जाना. അല്ലാതെ നമ്മൾ ഒളിച്ചിരിക്കരുത്. ऐसे हमें छिपकर नहीं बैठना. അല്ലാതെ നമ്മൾ സഭ മാറി പോകണ്ട. कलीसिया बदलने नहीं जाना. അത് പാസ്റ്ററെ മാറ്റിയിട്ടും കാര്യമൊന്നുമില്ല. पास्टर को बदल के भी कार्य नहीं होगा. അനുസരിക്കേണ്ടത് അനുസരിച്ചേ മതിയാകത്തുള്ളൂ. जो हमें मानना है वो मानना ही है. ആരുടെ കാലഘട്ടത്തിലും വ്യവസ്ഥ വചനപ്രകാരമുള്ള വ്യവസ്ഥകൾ പറഞ്ഞാൽ അത് അംഗീകരിച്ചേറ്റെടുത്ത് ദൈവമക്കൾ അനുഗ്രഹം പ്രാപിച്ച ചരിത്രമുള്ളൂ. किसी का भी समय में हो, परमेश्वर के वचन के अनुसार जो सिखाते हैं उसे मानते हैं तो वही आश्रित होते हैं. ഞാൻ പറയാ, സഭ മാറിയോണ്ട് പ്രമാണം മാറുന്നില്ല. कलीसिया बदला तो व्यवस्था नहीं बदला. പാസ്റ്ററെ മാറ്റിയത് കൊണ്ട് പ്രമാണം മാറുന്നില്ല. पास्टर को बदल दिया तो व्यवस्था नहीं बदला. ആരൊക്കെ മാറിയാലും മാറിയും തിരിഞ്ഞും വന്നാലും പ്രമാണത്തിന് യാതൊരു മാറ്റവുമില്ലെന്ന് ഇന്ന് പകൽ തിരിച്ചറിയണം. कोई भी बदले, परमेश्वर का व्यवस्था में कोई बदलाव नहीं. आज आप लोग समझना